ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവറി റെഗുലർ ലിൻലോഫ് സ്പേസസ് ആർ നോർമൽ എന്നാണ് പ്രൂവ് ചെയ്തിരുന്നത്. അപ്പം നമ്മൾക്കറിയാം ഒരു സ്പേസ് റെഗുലറും പ്ലസ് ലിൻലോഫും ആണെങ്കിൽ ആ സ്പേസ് എന്തായിരിക്കും? നോർമലായിരിക്കും. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട് എവറി സെക്കൻഡ് കൗണ്ടബിൾ സ്പേസസ് are Linlof. എല്ലാ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസസും ലിൻലോഫ് സ്പേസസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിൽ നിന്ന് ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു സെക്കൻഡ് കൗണ്ടബിൾ പ്ലസ് റെഗുലർ സ്പേസ് ആണെങ്കിൽ ആ സ്പേസ് എന്തായിരിക്കും? ലിൻലോഫ് പ്ലസ് റെഗുലർ സ്പേസ് ആയി തീരും. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നോർമൽ. സോ എല്ലാ റെഗുലർ ലിൻലോഫ് സ്പേസസ് നോർമലാണ്. അതുപോലെ തന്നെ എല്ലാ സെക്കൻഡ് കൗണ്ടബിൾ റെഗുലർ സ്പേസസും നോർമലാണ്. കാരണം എല്ലാ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസസും ലിൻലോഫ് സ്പേസസ് ആയിട്ട് വരുന്നതുകൊണ്ട്. അതാണ് നമ്മൾക്ക് നെക്സ്റ്റ് വരുന്ന റിസൾട്ട്. എവറി സെക്കൻഡ് കൗണ്ടബിൾ റെഗുലർ സ്പേസസ് നോർമൽ. കാരണം എന്താണ്? സെക്കൻഡ് കൗണ്ടബിൾ സ്പേസസ് എല്ലാം ലിൻലോഫ് സ്പേസസ് ആണ്. And hence it will be a Linlof regular space and hence it is a normal space. ഇനി നമ്മൾ അടുത്ത റിസൾട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ ഈ ഒരു ടേം ഞാൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ റിയൽ നമ്പർ സിസ്റ്റത്തിൻ്റെ കാർഡിനാലിറ്റീനെ നമ്മൾ എന്താണ്? കോണ്ടിനം എന്നാണ് പറയുന്നത്. വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ സി. ഞാൻ ഇതിനെ സി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആക്ച്വലി ഇതെന്താണ്? ദിസ് ഈസ് ദ cardinality of real number system and it is continuum. What is the cardinality of a real number system? It is continuum and it is equal to 2 raised to LF naught. 2 raised to LF naught. And what is the LF naught? LF naught is the cardinality of natural number system. Natural numbers in the cardinality ആണ് നമ്മൾ LF naught എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് 2 raised to LF naught-ന് ഇക്വലൻ്റ് ആയിട്ടുള്ള ആ ഒരു നമ്പറിനെയാണ് നമ്മൾ സി എന്ന് പറയുന്നത്. ആൻഡ് സി ഈസ് ദ കോണ്ടിനം ആൻഡ് വിച്ച് ഇസ് ദ കാർഡിനാലിറ്റി ഓഫ് വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ദ കാർഡിനാലിറ്റി ഓഫ് റിയൽ നമ്പർ സിസ്റ്റം. ഓക്കെ, സോ നമ്മൾക്ക് നമ്മളുടെ പ്രൂഫിലോട്ട് പോവാം, റിസൾട്ടിലോട്ട് പോവാം. ഫസ്റ്റ് തിയറം 8.10. സോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇഫ് എക്സ് ഈസ് സെപ്പറബിൾ നോർമൽ സ്പേസ്. ഇഫ് എക്സ് ഈസ് എ സെപ്പറബിൾ നോർമൽ സ്പേസ്. എപ്പോഴാണ് നമ്മളൊരു സ്പേസിന് സെപ്പറബിൾ ആണെന്ന് പറയാം? അതിന് കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉണ്ടെങ്കിൽ. അതായത് റിയൽ നമ്പർ സിസ്റ്റത്തിൽ റാഷണൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ റാഷണൽ നമ്പേഴ്സ് എന്താണ്? കൗണ്ടബിൾ നമ്പർ സിസ്റ്റമാണ്, കൗണ്ടബിൾ സെറ്റാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡെൻസ് ഇൻ ആർ ആണ്. കാരണം ക്യൂ ക്ലോഷർ ഈക്വൽ ടു ആർ ആണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉള്ള സെപ്പറബിൾ സ്പേസിനെയാണ് നമ്മൾ സെപ്പറബിൾ എന്ന് പറയുന്നത്. Now so if X is a separable normal space and E a subset of X. ഒരു സെപ്പറബിൾ നോർമൽ സ്പേസ് എടുത്തിട്ടുണ്ട് ആൻഡ് അതിൻ്റെ ഒരു സബ്സെറ്റ് ഇ കൺസിഡർ ചെയ്തിട്ടുണ്ട് വിത്ത് വൺ കണ്ടീഷൻ. എന്താണ്? കാർഡിനാലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കോണ്ടിനം ആയിരിക്കണം. ഓക്കെ, ദെൻ ഇ ഹാസ് എ ലിമിറ്റ് പോയിന്റ് ഇൻ എക്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഏതൊരു സെപ്പറബിൾ നോർമൽ സ്പേസ് എക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ആൻഡ് ഫോർ എനി subset E of X with cardinality of E is greater than or equal to C. അതായത് റിയൽ നമ്പേഴ്സിനേക്കാളും അല്ലെങ്കിൽ അത്രത്തോളം തന്നെ കാർഡിനാലിറ്റി വരുന്നൊരു സബ്സെറ്റ് എക്സിൻ്റെത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്സെറ്റിന് എക്സിൽ ഒരു ലിമിറ്റ് പോയിൻ്റ് ഉണ്ടായിരിക്കുമെന്നാണ് റിസൾട്ട് പറയുന്നത്. സോ നമ്മൾക്ക് ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇങ്ങനെ ഒരു സബ്സെറ്റ് കൺസിഡർ ചെയ്യും. ആ ഒരു സബ്സെറ്റിന് ലിമിറ്റ് പോയിൻ്റ് ഇല്ല എന്ന് അസ്യൂം ചെയ്യും. എക്സിൽ ലിമിറ്റ് പോയിൻ്റേ ഇല്ല എന്ന് അസ്യൂം ചെയ്യും. അറ്റ് ലാസ്റ്റ് ഒരു കോൺട്രഡിക്ഷൻ കിട്ടും. ദെൻ വി വിൽ സേ ദാറ്റ് ഇ ഹാസ് എ ലിമിറ്റ് പോയിൻ്റ്. ഓക്കെ,
സോ ഈ ഒരു പ്രൂഫ് ടെക്സ്റ്റിലുള്ളതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒന്നും തന്നെ എഴുതാനില്ല. എക്സ്ട്രാ ഓരോ സ്റ്റെപ്പിലും മനസ്സിലാവാനുള്ള കൺസെപ്റ്റ്സ് ഞാൻ പറഞ്ഞു വരും, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് തന്നെയാണ് പ്രൂഫായിട്ട് എഴുതാനുള്ളത്, നത്തിങ് എൽസ് ടു റൈറ്റ്. സോ സപ്പോസ് ടു ദ കോൺട്രറി ദാറ്റ് എക്സ് ഈസ് എ നോർമൽ സ്പേസ്. ഇപ്പോൾ നമ്മളൊരു നോർമൽ സ്പേസ് കൺസിഡർ ചെയ്തു. ആൻഡ് സെപ്പറബിൾ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ സെപ്പറബിൾ ആണ് എന്നതിന് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നു. അതായത് ഒരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഡി അങ്ങ് ചൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ സ്പേസ് സെപ്പറബിൾ ആണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സ് ഇസ് എ നോർമൽ സ്പേസ് വിത്ത് ദ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഡി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സ്പേസ് സെപ്പറബിൾ ആണ്. സോ അതിൽ നിന്ന് നമ്മളൊരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഡി ചൂസ് ചെയ്യുന്നു. ഇനി ഞാൻ ആർബിട്രറി ആയിട്ടൊരു സബ്സെറ്റ് ഇ ചൂസ് ചെയ്തു വിത്ത് കാർഡിനാലിറ്റി ഓഫ് ഇ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇ ഹാസ് നോ ലിമിറ്റ് പോയിൻ്റ്, അതായത് ഒരു ലിമിറ്റ് പോയിൻറ്റും ഇല്ലാത്ത ഇത്രത്തോളം കാർഡിനാലിറ്റി വരുന്ന ഒരു സബ്സെറ്റ് ഇ ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, സോ ലിമിറ്റ് പോയിൻ്റ് ഇല്ല എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു സെറ്റ് എക്ക് ലിമിറ്റ് പോയിൻ്റ് ഇല്ലെങ്കിൽ നമ്മൾക്ക് ആ സെറ്റ് തന്നെ എന്തിന് ഈക്വൽ ആയി തരും? എ ക്ലോഷറിന് ഈക്വൽ ആയി തരും. എ ക്ലോഷർ എല്ലാം എന്താണ്? ക്ലോസ്ഡ് സെറ്റാണ്. സോ എ ഈസ് എ ക്ലോസ്ഡ് സെറ്റ്. അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മൾക്ക് വേറെ രീതിയിൽ പറയാം, എക്ക് എക്സിൽ ഒരു ലിമിറ്റ് പോയിൻറ്റും ഇല്ല. അപ്പം ലിമിറ്റ് പോയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ്, അതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് എല്ലാം അതിൽ തന്നെ ഉണ്ട് എന്നൊരു കൺസെപ്റ്റിലോട്ട് എത്തുകയും ചെയ്യാം. ലിമിറ്റ് പോയിൻ്റേ ഇല്ല. സോ നമ്മൾക്ക് എന്താണ്, അതിൻ്റെ ഔട്ട്സൈഡ് ഒരു ലിമിറ്റ് പോയിൻറ്റിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? സോ ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സെറ്റ്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് റിസൾട്ട് യൂസ് ചെയ്തിട്ടായാലും നമ്മൾക്കിവിടെ എക്ക് ലിമിറ്റ് പോയിൻ്റ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ എ ക്ലോസ്ഡ് സെറ്റാണ്. സോ ഇക്ക് ലിമിറ്റ് പോയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഈ ക്ലോസ്ഡ് സെറ്റായി തീരും. ഇപ്പം ഞാൻ ഇയുടെ ഏത് സബ്സെറ്റ് വൈ എടുത്താലും, ഓക്കെ, ഇയുടെ ഏത് സബ്സെറ്റ് വൈ എടുത്താലും ഇ എന്ന് പറയുന്ന സെറ്റിന് തന്നെ ഒരു ലിമിറ്റ് പോയിൻറ്റും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സബ്സെറ്റ്സിന് ഏതിനെങ്കിലും ലിമിറ്റ് പോയിൻറ്റ്സ് ഉണ്ടാവുമോ? ഇല്ല. സോ ഇയുടെ ഏത് സബ്സെറ്റ് എടുത്താലും അതിനും ലിമിറ്റ് പോയിൻറ്റ്സ് ഇല്ല. അപ്പോൾ ഈ വൈ എന്തായി തീർന്നു? ക്ലോസ്ഡ് സെറ്റായി തീർന്നു. ഇനി ഞാൻ ഇ മൈനസ് വൈ കൺസിഡർ ചെയ്യുന്നു. ഇ മൈനസ് വൈയും ഇയുടെ ഒരു സബ്സെറ്റ് ആണല്ലോ. ഇക്ക് ലിമിറ്റ് പോയിൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് ഇ മൈനസ് വൈക്ക് ലിമിറ്റ് പോയിൻറ്റ്സ് ഇല്ല. അപ്പോൾ നമ്മൾക്ക് എന്താണ്, ഇ എന്ന് പറയുന്ന സെറ്റിന് ലിമിറ്റ് പോയിൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇയുടെ ഏത് സബ്സെറ്റ് വൈ എടുത്തു കഴിഞ്ഞാലും വൈയും അതിൻ്റെ ഇയിലുള്ള കോംപ്ലിമെൻ്റ്, അതായത് ഇ മൈനസ് വൈ, ഇത് രണ്ടും എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. ആൻഡ് കോംപ്ലിമെൻ്റ് ആയതുകൊണ്ട് ഇൻ്റർസെക്ഷൻ എന്താണ്? എംപ്റ്റി ആയിരിക്കും, അതായത് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആയിരിക്കും. ഓക്കെ, സോ ദെൻ ഫോർ ഈച്ച് സബ്സെറ്റ് വൈ ഓഫ് ഇ, y and e minus y are disjoint closed sets. ഓക്കെ, അപ്പോൾ എന്തായി തീർന്നു? ഇയുടെ ഇക്ക് ലിമിറ്റ് പോയിൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇയുടെ ഏത് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും ആ സബ്സെറ്റും അതിൻ്റെ കോംപ്ലിമെൻ്റ് ഇൻ ഇ, അതായത് ഇ മൈനസ് വൈയും എന്താണ്? ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് ആയിരിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ എക്സ് നോർമലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് നോർമലാണ്. അപ്പോൾ നോർമാലിറ്റിയുടെ കണ്ടീഷൻ വെച്ചിട്ട്, നോർമൽ സ്പേസിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട്, ഇപ്പോൾ എക്സിൽ നിന്ന് ഞാൻ ഏത് ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് എടുത്തു കഴിഞ്ഞാലും അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ്സ് യുവും വിയും എക്സിസ്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ അത് പ്രകാരം നമ്മൾക്ക് ഇവിടെ വൈക്കും ഇ മൈനസ് വൈക്കും കറസ്പോണ്ടിങ് ഓപ്പൺ സെറ്റ്സ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ വൈക്ക് കറസ്പോണ്ടിങ് എക്സിസ്റ്റ് ചെയ്യുന്ന ഓപ്പൺ സെറ്റിനെ യു വൈ എന്നും ഇ മൈനസ് വൈക്ക് കറസ്പോണ്ടിങ് എക്സിസ്റ്റ് ചെയ്യുന്ന ഇ മൈനസ് വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ഉണ്ടല്ലോ, അതിനെ വി വൈ എന്നും ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അത് വൈ എന്ന് പറയുന്ന സബ്സെറ്റിന് കറസ്പോണ്ടിങ് ഉള്ള ഓപ്പൺ സെറ്റ്സ് ആയതുകൊണ്ടാണ് ഇവിടെ സഫിക്സ് ആയിട്ട് വൈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ സിൻസ് എക്സ് ഈസ് നോർമൽ, there exist disjoint open sets uy and vy containing y and e minus y respectively. അതായത് ഞാനിവിടെ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, സോ വൈയും ഇ മൈനസ് വൈയും ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സെറ്റ്സ് ആയതുകൊണ്ട്
there exist and exist x normal ആയതുകൊണ്ട് there exist disjoint open sets uy and vy such that y contained in uy and e minus y contained in vy, contained in vy. അപ്പോൾ ഇതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞെങ്കിൽ ഞാനൊന്ന് എടുത്ത് എഴുതി എന്ന് മാത്രം. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഇയുടെ ഏത് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും എനിക്കൊരു യു വൈയും വി വൈയും അതിന് കറസ്പോണ്ടിങ് കിട്ടും അല്ലേ. അപ്പോൾ ഞാൻ ഇയുടെ പവർ സെറ്റ് കൺസിഡർ ചെയ്യുന്നു, അതായത് ഇയുടെ സബ്സെറ്റ്സിൻ്റെ എല്ലാം കളക്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഞാൻ നേരത്തെ ഒരു കൗണ്ടബിൾ ടെൻസ് സബ്സെറ്റ് ചൂസ് ചെയ്തിട്ടില്ലായിരുന്നോ, അതിൻ്റെയും പവർ സെറ്റ് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്താണ് പി ഓഫ് ഇയിൽ നിന്ന് പവർ സെറ്റ് ഓഫ് ഇയിൽ നിന്ന് പവർ സെറ്റ് ഓഫ് ഡിയിലോട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കൺസിഡർ ദ ഫംഗ്ഷൻ എച്ച് ഫ്രം പി ഓഫ് ഇ ടു പി ഓഫ് ഡി ഫ്രം ദ പവർ സെറ്റ് ഓഫ് ഇ ടു ദ പവർ സെറ്റ് ഓഫ് ഡി വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ഫോളോസ്. എങ്ങനെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. ഞാൻ പറഞ്ഞു നേരത്തെ ഇയുടെ ഏത് സബ്സെറ്റ് വൈ എടുത്താലും അതിന് കറസ്പോണ്ടിങ് നമ്മൾക്ക് ആ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ യു വൈയും വി വൈയും എക്സിസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. എച്ച് ഓഫ് വൈ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പൺ സെറ്റ് യു വൈ ഇല്ലേ, യു വൈ ഇൻ്റർസെക്ഷൻ ഡി ആണെന്ന്. യു വൈ ഇൻ്റർസെക്ഷൻ ഡി എന്തായാലും സബ്സെറ്റ് ഓഫ് ഡി ആണല്ലോ. സോ ഈ ഒരു സെറ്റ് പി ഓഫ് ഡിയിലുള്ള സെറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഞാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എച്ച് ഓഫ് വൈ ഇസ് ഈക്വൽ ടു യു വൈ ഇൻ്റർസെക്ഷൻ ഡി. ഫോർ ഈച്ച് വൈ ഇൻ പി ഓഫ് ഇ ദിസ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ്. നൗ ഇനി ഞാൻ ഈ ഫംഗ്ഷൻ 1 ആണ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്നും നിങ്ങൾ എഴുതണമെന്നില്ല. ദ ഡെൻസ്നെസ് ഓഫ് ഡി വിൽ allow us to conclude that h is 1 അതൊന്നും എഴുതാണ്ട് we are going to prove that the function h is 1 അത്രയും മതി. we are going to prove that the function h is 1 ഏത് കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് പ്രൂവ് ചെയ്യുന്നതെന്നുള്ള പ്രൂഫിലുണ്ട്. ഓക്കെ, സപ്പോസ് y1 y2 ആർ ഡിസ്റ്റിങ്. അപ്പോൾ ഞാൻ പറയാം, ഓക്കെ ഇത്രയും ഞാൻ എഴുതി. വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ എച്ച് ഇസ് 1 ഫോർ ദാറ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ എഫ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് 1 ആണെന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആക്ച്വലി ആ ഒരു മീനിങ് കൊണ്ട് എന്താണ് 1 ഫംഗ്ഷൻ്റെ മീനിങ്. ഇപ്പോൾ എക്സിൽ നിന്നൊരു സെറ്റ് എക്സിൽ നിന്ന് വൈയിലോട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എഫ് 1 എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, എക്സിലുള്ള ഓരോ എലമെൻറ്റിനെയും വൈയിലുള്ള ഓരോ എലമെൻറ്റിലോട്ട് തന്നെ മാപ്പ് ചെയ്യുന്നു. ആൻഡ് ആ എലമെൻറ്റിലോട്ട് വേറെ ഒരു എലമെൻറ്റ്സും എക്സിലുള്ള ഒരു എലമെൻറ്റ്സും മാപ്പ് ചെയ്യാൻ പാടില്ല. എക്സാക്ട്ലി ഓരോന്നിനും ഓരോ യുണീക്കായിട്ടുള്ള മറ്റൊന്നും മാപ്പ് ചെയ്യാത്ത രീതിയിലുള്ള ഇമേജസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിനെ തന്നെ നമ്മൾക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം എക്സ് നോട്ട് ഈക്വൽ ടു വൈ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാലും മതി. അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് തരുന്നു എന്ന് പ്രൂവ് ചെയ്താലും മതി. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ പ്രൂഫിൻ്റെ മെത്തേഡ്. അപ്പോൾ ഇവിടെ h 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, y1 നോട്ട് ഈക്വൽ ടു y2 ഇംപ്ലൈസ് h ഓഫ് y1 നോട്ട് ഈക്വൽ ടു h ഓഫ് y2. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ h 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ സപ്പോസ് y1 y2 ആർ ഡിസ്റ്റിങ്ക്റ്റ് മെമ്പേഴ്സ് ഓഫ് p ഓഫ് e. ഡിസ്റ്റിങ്ക്റ്റ് മെമ്പേഴ്സ് എന്ന് വെച്ചാൽ y1 നോട്ട് ഈക്വൽ ടു y2. Then there is some point y in one of the two sets but not in the other. അപ്പോൾ y1 നോട്ട് ഈക്വൽ ടു y2 ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ്, there exists a point y which is in any one of this and not in the other. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കണ്ടെയ്ൻഡ് ആയിട്ട് എന്നാൽ രണ്ടാമത്തതിൽ വരാത്ത രീതിയിൽ ഒരു പോയിന്റ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ
ഈ രണ്ട് സെറ്റ്സും ഡിസ്റ്റിങ്ക്റ്റ് ആയി തീർന്നത്. അപ്പം ഞാൻ ആ ഒരു വൈനെ ചൂസ് ചെയ്തു. എന്നിട്ട് എന്ത് സപ്പോസ് ചെയ്യുന്നത് വെച്ചാൽ, സപ്പോസ് വൈ ബിലോങ്സ് ടു y1 ആൻഡ് വൈ ഡസ് നോട്ട് ബിലോങ്സ് ടു y2. ഓക്കെ, അല്ല ഇനിയിപ്പോൾ തിരിച്ച് വൈ ബിലോങ്സ് ടു y2 ആൻഡ് വൈ ഡസ് നോട്ട് ബിലോങ്സ് ടു y1 എന്ന് പറയുന്ന കേസാണ് വരുന്നതെങ്കിൽ റീനെയിം ചെയ്യുക. y2നെ y1 എന്നും y1നെ y2 എന്നും റീനെയിം ചെയ്താൽ മതി. അങ്ങനെ റീനെയിം ചെയ്താൽ നമുക്ക് എന്താണ് ഈ കേസിൽ തന്നെ എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, so without loss of generality we can assume that y belongs to y1 and y does not belongs to y2. Okay, so for the definiteness, suppose y belongs to y1 and y does not belongs to y2. then നമ്മൾക്കറിയാം y1ന് കറസ്പോണ്ടിങ് ഓപ്പൺ സെറ്റ്സ് uy1 ഉം vy1 എക്സിസ്റ്റ് ചെയ്യും വിത്ത് y1 കണ്ടെയ്ൻഡ് ഇൻ uy1 ആൻഡ് e മൈനസ് y1 കണ്ടെയ്ൻഡ് ഇൻ dy1 അല്ലേ. ഇതുപോലെ y2ന് കറസ്പോണ്ടിങ് നമ്മൾക്ക് uy2ഉം vy2ഉം എക്സിസ്റ്റ് ചെയ്യും വിത്ത് y2 കണ്ടെയ്ൻഡ് ഇൻ uy2 ആൻഡ് e മൈനസ് y2 കണ്ടെയ്ൻഡ് ഇൻ what? കണ്ടെയ്ൻഡ് ഇൻ vy2. അപ്പോൾ ഞാൻ ഈ പോയിന്റ് y എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? y1-ലുണ്ടെന്നാണ് അസ്യൂം ചെയ്തിരുന്നത് അല്ലേ. y ബിലോങ്സ് ടു y1. അപ്പോൾ y ബിലോങ്സ് ടു y1 ആയതുകൊണ്ട് y എവിടെ ഉണ്ട്? uy1-ൽ ഉള്ളൊരു എലമെൻ്റാണ്. ഇനി ഈ y എന്ന് പറയുന്നത് എവിടെയില്ല? y2-ലില്ല. എന്നാൽ y എന്ന് പറയുന്നത് y1-ൽ ഉള്ളത് കൊണ്ട് തന്നെ y1 സബ്സെറ്റ് ഓഫ് e ആയതുകൊണ്ടും ഇയിലുള്ളൊരു പോയിൻ്റാണ്. എന്നാൽ അത് y2-ലില്ല. അപ്പോൾ പിന്നെ അത് എവിടെ ഉണ്ടായിരിക്കണം? e മൈനസ് y2-ലുണ്ടായിരിക്കും. അപ്പോൾ y ബിലോങ്സ് ടു e മൈനസ് y2 ആണ്. y ബിലോങ്സ് ടു e മൈനസ് y2 ആണ്. e മൈനസ് y2 കണ്ടെയ്ൻഡ് ഇൻ vy2 ആണ്. സോ ഈ പോയിന്റ് y എവിടെ ഉണ്ട്? vy2-ലുണ്ട്. ക്ലിയർ? So y belongs to y belongs to uy1 and y belongs to vy2. Clear? So uy1-ലുണ്ട് vy2-ലുണ്ട്. അതുകൊണ്ട് uy1 ഇൻ്റർസെക്ഷൻ vy2-ലും എന്തുണ്ടായിരിക്കും? ഈ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഈ ഒരു ഇൻ്റർസെക്ഷൻ ഇതെന്താണ്? ഇതിൽ uy1ഉം vy2 എന്താണ്? ഓപ്പൺ സെറ്റ്സ് ആണ് അല്ലേ. uy1ഉം vy2ഉം ഓപ്പൺ സെറ്റ്സ് ആണ്. ആൻഡ് അതിൻ്റെ ഇൻ്റർസെക്ഷനിൽ ഒരു പോയിന്റ് y ഉണ്ടെന്ന് നമ്മൾക്ക് കിട്ടി അല്ലേ. uy1-ലും vy2-ലും ഉണ്ടെങ്കിൽ ആ പോയിന്റ് എവിടെ ഉണ്ട്? ഈ ഒരു ഇൻ്റർസെക്ഷനിലുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർസെക്ഷൻ എന്താണ്? നോൺ എംപ്റ്റി ആണ്. ഇനി ഈ രണ്ട് സെറ്റ്സും ഓപ്പൺ സെറ്റ്സ് ആയതുകൊണ്ട് ഇൻ്റർസെക്ഷനും എന്തായിത്തീരും? വിച്ച് ഇസ് ഓൾസോ എൻ ഓപ്പൺ സെറ്റ്. സോ ദിസ് ഈസ് എ നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ് ഇൻ എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇപ്പം നമ്മൾക്കറിയാം ഡി കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഡി ക്ലോഷർ ഈക്വൽ ടു എക്സ് ആയിരിക്കും. അതായത് എക്സിൽ നിന്ന് ഞാൻ ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും ആ ഓപ്പൺ സെറ്റിലെല്ലാം തന്നെ ഡിയിലുള്ള പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കിവിടെ ഈ ഒരു ഇൻ്റർസെക്ഷൻ നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ് ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഏത് നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ് എടുത്താലും അതിൽ ഡിയിലുള്ള പോയിൻറ്റ്സ് ഉണ്ടായിരിക്കുമെന്നാണ്. ഫൈ ഒരു ഓപ്പൺ സെറ്റ് ആണല്ലോ, അതിൽ ഒരു എലമെൻറ്റും ഇല്ല. സോ എനി നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ് എടുത്താലും അതിൽ ഡിയിലുള്ള പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും, ഡി ക്ലോഷർ ഈക്വൽ ടു എക്സ് ആയതുകൊണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് uy1 ഇൻ്റർസെക്ഷൻ vy2 നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ് ആയതുകൊണ്ടും ഡി ഈസ് ഡെൻസ് ഇൻ എക്സ് ആയതുകൊണ്ടും നമ്മൾക്ക് എന്താണ്? ഈ ഒരു ഇൻ്റർസെക്ഷനിൽ ഡിയിലുള്ള പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. സോ വിച്ച് മീൻസ് this intersection uy1 intersection vy2 intersection d is non-empty. Okay, അപ്പോൾ നമ്മൾക്ക് h of y1 എന്താണ്? h of y1 is equal to uy1 intersection d ആണ്. അപ്പം നമ്മൾ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന ഇൻ്റർസെക്ഷനിൽ ഇപ്പോൾ ഈ uy1 intersection vy2 intersection d, this is contained in uy1 intersection d ആണ് അല്ലേ. നമ്മൾക്ക് ഇപ്പോൾ a intersection b intersection c എടുത്തു കഴിഞ്ഞാൽ ഇത് എയിലും ബിയിലും
സിയിലും കണ്ടെയ്ൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്തിൽ കണ്ടെയ്ൻഡ് ആണ്? എ ഇൻ്റർസെക്ഷൻ ബിയിൽ, എ ഇൻ്റർസെക്ഷൻ സിയിൽ, ബി ഇൻ്റർസെക്ഷൻ സിയിൽ. ഇതൊക്കെ സെറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം ഇങ്ങനെ കണ്ടെയ്ൻഡ് ആയിട്ട് വരുന്നത് കൊണ്ട് നമ്മൾക്ക് ഇവിടെ എന്താ പറയാം? UY1 ഇൻ്റർസെക്ഷൻ VY2 ഇൻ്റർസെക്ഷൻ D എന്തിൽ കണ്ടെയ്ൻഡ് ആണെന്ന് പറയാം? UY1 ഇൻ്റർസെക്ഷൻ Dയിൽ കണ്ടെയ്ൻഡ് ആണെന്ന് പറയാം. അതായത് ഈ എഴുതിയിരിക്കുന്ന സെറ്റിലുള്ള പോയിൻറ്റ്സ് എവിടെയുണ്ട്? HY1 പറയാം. കാരണം UY1 ഇൻ്റർസെക്ഷൻ D ഈക്വൽ ടു എന്താണ്? HY1 ആണ്. ഓക്കെ, സോ ഈ ഇൻ്റർസെക്ഷനിലുള്ള പോയിൻറ്റ്സ് എല്ലാം എവിടെയുണ്ട്? ദ ഇമേജ് ഓഫ് Y1 അണ്ടർ ദ മാപ്പ് Hലുണ്ട്. ഇനി ഞാൻ HY2 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? UY2 ഇൻ്റർസെക്ഷൻ D ആണ്. ഓക്കെ, ആൻഡ് UY2 ഇൻ്റർസെക്ഷൻ D എന്ന് പറയുന്നത് എന്താണ്? അത് UY2ലുള്ള പോയിൻറ്റ്സ് ആണ് ഇതിൽ വരുന്നത് അല്ലേ? UY2ലും Dയിലും കൂടെയുള്ള പോയിൻറ്റ്സ് ആണ്. അതായത് UY2ലുള്ള പോയിൻറ്റ്സ് ആയിരിക്കണം എന്തായാലും ഇൻ്റർസെക്ഷനിൽ വരുന്ന പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾക്ക് UY2ഉം VY2 എന്താണ്? ഇൻ്റർസെക്ഷൻ എംപ്റ്റി ആണ് അല്ലേ? ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. അങ്ങനെയല്ലായിരുന്നു നമ്മൾ UYയും VYയും ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോ UY2ഉം VY2ഉം ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണ്. ആൻഡ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഇൻ്റർസെക്ഷനിലുള്ള പോയിൻറ്റ്സ് എല്ലാം VY2ൽ വരുന്ന പോയിൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും എവിടെ വരത്തില്ല? UY2ൽ വരത്തില്ല. സോ നമ്മൾക്ക് ഇതൊന്നും എവിടെ വരത്തില്ല എന്ന് പറയാം? ദ ഇമേജ് ഓഫ് Y2 അണ്ടർ ദ മാപ്പ് H എന്ന് പറയാം. സോ ഈ ഒരു ഇൻ്റർസെക്ഷൻ നോൺ എംപ്റ്റി ഇൻ്റർസെക്ഷൻ ആണ്. ഈ ഒരു സെറ്റ് നോൺ എംപ്റ്റി സെറ്റാണ്. ആൻഡ് ഈ സെറ്റിലുള്ള പോയിൻറ്റ്സ് എല്ലാം തന്നെ HY1ൽ വരുന്നുണ്ട്. എന്നാൽ അത് HY2ൽ വരുന്നില്ല. സോ നമ്മൾക്ക് എന്ത് പറയാം? HY1ഉം HY2ഉം ഡിസ്റ്റിങ്ക്റ്റ് സെറ്റാണെന്ന് പറയാം. ഓക്കെ, so Y1 not equal to Y2 implies that HY1 not equal to HY2. So we can say that the function H is 1, 1. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് 1, 1 ആയെന്ന് ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾക്ക് അടുത്ത H1, 1 ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾക്കറിയാം ഒരു ഫംഗ്ഷൻ F ഫ്രം X to Y 1, 1 ആണെന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ Xൽ 1, 2, 3, 4 ഇതാണ് എലമെൻറ്റ്സ്. Yയിൽ ഞാൻ ഏതെല്ലാം എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഫംഗ്ഷൻ 1, 1 ആണ്. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ഒരു എലമെൻറ്റ് A എന്തായാലും Yയിൽ ഉണ്ടായിരിക്കും. 2ന് കറസ്പോണ്ടിങ് ഒരു B ഉണ്ടായിരിക്കും. 3ന് കറസ്പോണ്ടിങ് C ഉണ്ടായിരിക്കും. 4ന് കറസ്പോണ്ടിങ് D ഉണ്ടായിരിക്കും. ആൻഡ് വേറെ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം 1, 1 ആയതുകൊണ്ട് യുണീക്കാണ് ഓരോന്നും. ഒന്നിൻ്റെയും ഇമേജ് കോയിൻസൈഡ് ചെയ്യപ്പെടുന്നില്ല. സോ ഇവിടെ 4 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് 4 എലമെൻറ്റ്സ് എന്തായാലും Yയിൽ ഉണ്ടായിരിക്കണം അല്ലേ? പിന്നെ ഇതിലും കൂടുതൽ എലമെൻറ്റ്സ് Yയിൽ ഉണ്ടായാലേ ഉള്ളൂ 1, 1 ആയതുകൊണ്ട്. സോ നമ്മൾക്ക് ഇവിടെ H1, 1 ആയതുകൊണ്ട് എന്ത് പറയാം? അത് ആ ഫംഗ്ഷൻ്റെ ഡൊമെയിന്, അതായത് P of E അല്ലേ? Hൻ്റെ ഡൊമെയിൻ എന്താണ്? P of E. കോഡൊമെയിൻ എന്താണ്? P of D. അപ്പോൾ P of Eയിൽ P of Dയിൽ ഉള്ളതിനേക്കാളും ലെസ്സർ എലമെൻറ്റ്സേ ഉണ്ടായിരിക്കത്തുള്ളൂ അല്ലേ? സോ cardinality of P of E is less than or equal to cardinality of P of D. ഇത് നമ്മൾക്ക് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? ഒരു ഫംഗ്ഷൻ 1, 1 ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി ആണത്. If a function F from X to Y is 1, 1, then the cardinality of X is less than or equal to cardinality of Y. ഓക്കെ, അപ്പോൾ ഇവിടെ Xന് പകരം P of E ആണ്, Yക്ക് പകരം P of D ആണ്. ആൻഡ് H1, 1 ഫംഗ്ഷൻ ആയതുകൊണ്ട് കാർഡിനാലിറ്റി ഓഫ് P of E എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് P of D ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഇൻഇക്വാലിറ്റി ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ D എന്താണ്? ഒരു കൗണ്ടബിൾ സെറ്റാണ്. D കൗണ്ടബിൾ സെറ്റുമാണ്. നമ്മൾ കാർഡിനാലിറ്റി ഓഫ് E എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കോണ്ടിനം എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ D കൗണ്ടബിൾ സെറ്റാണ്. D കൗണ്ടബിൾ സെറ്റ് ആയതുകൊണ്ട് കാർഡിനാലിറ്റി ഓഫ് P of D എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? കാർഡിനാലിറ്റി ഓഫ് R ആണ് അല്ലേ? ആൻഡ് കാർഡിനാലിറ്റി ഓഫ് R എന്ന് വെച്ചാൽ കോണ്ടിനം. ആൻഡ് ദിസ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ കാർഡിനാലിറ്റി ഓഫ് P of R ആണ് അല്ലേ? ദിസ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ കാർഡിനാലിറ്റി ഓഫ് റിയൽ നമ്പർ സിസ്റ്റം ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ കാർഡിനാലിറ്റി ഓഫ് ഇറ്റ്സ് പവർ സെറ്റ് ആണ്. നമ്മൾക്കിപ്പോൾ ഏത് സെറ്റ് X എടുത്തു കഴിഞ്ഞാലും ആ സെറ്റിൻ്റെ കാർഡിനാലിറ്റിയും
അതിൻ്റെ പവർ സെറ്റിൻ്റെ കാർഡിനാലിറ്റി തമ്മിലുള്ള റിലേഷനാണ് എന്ത്? കാർഡിനാലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് പി ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു ഞാൻ റിയൽ നമ്പർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് ആർ ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ, ഇവിടെ ആറ് നോൺ എംപ്റ്റി സെറ്റ് ആയതുകൊണ്ട് കാർഡിനാലിറ്റി ഓഫ് ആർ ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ കാർഡിനാലിറ്റി ഓഫ് പി ഓഫ് ആർ ആണ്. ഓക്കെ, ആൻഡ് നമ്മൾക്ക് ആറിനേക്കാളും ആറിൻ്റെ കാർഡിനാലിറ്റിയാണ് സി, അതായത് കോണ്ടിനം, അതിനേക്കാളും എലമെൻറ്റ് സിയിലുണ്ട്. ആറിലുള്ളതിനേക്കാളും എലമെൻറ്റ്സ് ഒന്നുകിൽ അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും എലമെൻറ്റ് സിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് പി ഓഫ് ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് പി ആയിരിക്കും, പി ഓഫ് ഇ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? ഈ ഒരു ഇൻഇക്വാലിറ്റിയിൽ നിന്ന് എന്ത് കിട്ടി? കാർഡിനാലിറ്റി ഓഫ് പി ഓഫ് ഡി ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ കാർഡിനാലിറ്റി ഓഫ് പി ഓഫ് ഇ എന്ന് കിട്ടി. കാർഡിനാലിറ്റി ഓഫ് പി ഓഫ് ഡി ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ കാർഡിനാലിറ്റി ഓഫ് പി ഓഫ് ഇ എന്ന് കിട്ടി. നോക്കിക്കേ, ഇവിടെ കാർഡിനാലിറ്റി ഓഫ് പി ഓഫ് ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് ഡി എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, കാർഡിനാലിറ്റി ഓഫ് പി ഓഫ് ഡി സ്ട്രിക്ട്ലി ലെസ് ദാൻ കാർഡിനാലിറ്റി ഓഫ് പി ഓഫ് ഇ എന്നും. രണ്ടും എക്സ്ട്രാ എന്താണ്? രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഇൻഇക്വാലിറ്റിയാണ്. സോ നമ്മൾക്ക് എന്ത് പറയാം? ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. അതായത് നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റായതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഒരു കോൺട്രഡിക്ഷനിൽ എത്തിയിരിക്കുന്നത്. എന്തായിരുന്നു നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ സെറ്റ് ഇക്ക് ലിമിറ്റ് പോയിൻറ്റ്സ് ഇല്ല എന്ന് അസ്യൂം ചെയ്തു. സോ കോൺട്രഡിക്ഷൻ കിട്ടിയത് കൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? ദ അസംഷൻ നമ്മൾ അസ്യൂം ചെയ്തത് റോങ് ആണ്. സോ ഈ ഹാസ് എ ലിമിറ്റ് പോയിൻ്റ്. എന്താണ്? ഇങ്ങനെയൊരു സെപ്പറബിൾ നോർമൽ സ്പേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏതൊരു സബ്സെറ്റോ വിത്ത് കാർഡിനാലിറ്റി ഓഫ് ഈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സി ആയിട്ടുള്ള ഏത് സബ്സെറ്റ് ഈ ചൂസ് ചെയ്താലും അതിന് എക്സിലൊരു ലിമിറ്റ് പോയിൻ്റ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു റിസൾട്ട്.